പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ ഫയർമാൻ്റെ പരീക്ഷയും അതുപോലെ തന്നെ എക്സൈസിൻ്റെ എക്സാമുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. നമ്മുടെ ഫയർമാൻ്റെ പരീക്ഷയ്ക്ക് നിലവിൽ പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത് 1,31,000 പേരെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസറിലേക്ക് 381 പേർ കൂടി നിയമന ശുപാർശ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിലവിൽ നമ്മുടെ ഫയർമാൻ്റെയും സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെയും പുതിയ പരീക്ഷകൾ നടക്കാനായിട്ട് പോവുകയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മുടെ ഫയർമാൻ്റെ എക്സാമിനേഷൻ നടത്താനായിട്ട് പോകുന്നത് ഡിസംബർ 23-നാണ്. ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് എപ്പോൾ ലഭിക്കുമെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് കൊടുക്കുന്നുണ്ട്. ഹോൾ ടിക്കറ്റ് ഡിസംബർ 8-ാം തീയതി മുതൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ പരീക്ഷയിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്ന ഏകദേശം 1,51,000 പേര് നമ്മുടെ ഫയർമാൻ പരീക്ഷയിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് 20,000 പേര് അടുപ്പിച്ച് എന്ത് ചെയ്തിട്ടില്ല, കൺഫർമേഷൻ കൊടുത്തിട്ടില്ല. അങ്ങനെ എന്ത് ചെയ്തു, 1,31,000 പേര് ഫയർമാൻ പരീക്ഷ എഴുതാനായിട്ട് പോവുകയാണ്. അതുപോലെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ പരീക്ഷയിലേക്ക് നിലവിൽ 381 പേർക്ക് കൂടി നിയമന ശുപാർശകൾ പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതിൽ ഓരോ നിയമന ശുപാർശയും വ്യക്തമായിട്ട് ഓരോ ജില്ലകളിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ എക്സാം എപ്പോഴാണെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ തന്നെയായിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത്. 2024 ജനുവരി ഫെബ്രുവരിയിലായിരിക്കും നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിന്റെയും മെയിൻ എക്സാമിനേഷൻ നടത്താനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ റാങ്ക് ലിസ്റ്റും അതുപോലെ തന്നെ അതിന്റെ നിയമനം നേടിയവരുടെ എണ്ണവും ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് കൊടുക്കുന്നുണ്ട്. നിലവിൽ നമ്മുടെ തിരുവനന്തപുരത്ത് 136 പേരാണ് റാങ്ക് ലിസ്റ്റിനകത്തുള്ളത്. മുൻ പട്ടികയിലെ നിയമന ശുപാർശ എന്ന് പറഞ്ഞിട്ട് ഓരോ ജില്ലയിലെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്, നിലവിലിപ്പോൾ തിരുവനന്തപുരത്ത് തന്നെയാണ്. 136 പേരാണ് തിരുവനന്തപുരത്ത് റാങ്ക് ലിസ്റ്റിനകത്തുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും കുറവ് എവിടെയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വയനാടിലാണ്. 68 പേരാണ് നമ്മുടെ വയനാടിലെ റാങ്ക് ലിസ്റ്റിനകത്ത് വന്നിട്ടുള്ളത്. നിയമന ശുപാർശ മുൻ പട്ടികയിലെ നിയമന ശുപാർശ നോക്കിയാലും ഏറ്റവും കൂടുതൽ നിയമന ശുപാർശ പോയിട്ടുള്ളത് തിരുവനന്തപുരത്ത് തന്നെയാണ്. 72 നിയമന ശുപാർശയാണ് പോയിട്ടുള്ളത്. ഏറ്റവും കുറവ് നിയമന ശുപാർശ നിലവിൽ ഇപ്പോൾ പോയിട്ടുള്ളത് എവിടെയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 16 പേരടങ്ങുന്ന ആലപ്പുഴയിലാണ് ഏറ്റവും കുറവ് നിയമന ശുപാർശ പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫയർമാൻ്റെയും സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെയും നിലവിലത്തെ ഒരു കിടപ്പെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നല്ലപോലെ തന്നെ പഠിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫയർമാൻ്റെയും ഫയർ വുമൻ്റെയും അതുപോലെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെയും ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡിജിറ്റൽ നോട്ട്സും മെറ്റീരിയൽസും ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് 100 രൂപ മാത്രമേ ചാർജ് ചെയ്യുന്നുള്ളൂ. അത് ഫയർമാൻ്റെ ആണെങ്കിലും നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ ആണെന്നുണ്ടെങ്കിലും. നിലവിൽ ഇപ്പോൾ നമ്മുടെ വിജയദശമിയൊക്കെ അനുബന്ധിച്ചിട്ട് ഒരു ചെറിയൊരു ഓഫർ കൂടി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫയർമാൻ്റെയും എക്സൈസിൻ്റെയും കോഴ്സുകൾ ഒരുമിച്ചെടുക്കുന്നവർ എന്ന് പറയുമ്പോൾ നേരത്തെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, ഫയർമാൻ്റെതും ഫയർ വുമൻ്റെതും 100 ആയിരുന്നു, സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ 100 ആയിരുന്നു. ഇപ്പോൾ 200 രൂപയായിരുന്നു. നിലവിലിപ്പോൾ 24-ാം തീയതി വരെ എന്ന് പറയുമ്പോൾ നാളത്തേക്ക് കൂടി എന്തുണ്ട്, രണ്ടും കൂടി ഒരുമിച്ചെടുക്കുന്നവർക്ക് 180 രൂപയ്ക്ക് രണ്ടും കൂടി ഒരുമിച്ച് കിട്ടും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് യൂട്യൂബിൽ നമ്മൾ കൊടുക്കുന്ന ഫയർമാൻ്റെയും എക്സൈസിൻ്റെയും എല്ലാ ക്ലാസ്സുകളുടെ നോട്ട്സും PDF മെറ്റീരിയൽസും മോഡൽ എക്സാമും മോക്ക് ടെസ്റ്റിൻ്റെ ഒക്കെ നോട്ട്സും മെറ്റീരിയൽസും PDF ഒക്കെ ഈ ഗ്രൂപ്പുകൾക്കകത്ത് അവൈലബിൾ ആയിരിക്കും. അതിന് ചെയ്യേണ്ടത് ഈ പറയുന്ന പോലെ 180 രൂപ, ഈ രണ്ടിനും കൂടിയാണ്. സിവിൽ എക്സൈസ് ഓഫീസറിനും ഫയർമാൻ ഫയർ വുമനും കൂടി ഒരുമിച്ചെടുക്കുന്നവരുടെ കേസാണ് ഞാൻ പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ 100 രൂപ സെപ്പറേറ്റ് ആയിട്ട് അയച്ചാൽ മതിയാവും. അപ്പോൾ ചെയ്യേണ്ടത്, പേയ്മെൻറ്റ് ചെയ്ത ശേഷം ആ ഒരു പേയ്മെൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് ഈ കൊടുക്കുന്ന നമ്പറിലേക്ക് 9961696927 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് സ്ക്രീൻഷോട്ട് ചെയ്ത് അയച്ചാൽ മതി. അപ്പോൾ അയക്കുന്നതനുസരിച്ച് നിങ്ങൾ എന്തെങ്കിലും ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും വിദ്യാരംഭമൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യാം, ഒരു പഠനം ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്തവർക്ക് ഒന്നും കൂടി റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു അവസരം തന്നെയാണിത്. അപ്പോൾ മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു അവസരം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വാർത്തയിലേക്ക് തന്നെ പോവാം. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ ഒക്കെ റിസൾട്ടുകൾ ഏകദേശമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ ചുരുക്കപ്പട്ടിക ചെറുതാക്കി എന്ന് പറഞ്ഞിട്ട് പരാതി വരുന്നുണ്ട്. എൻഡുറൻസ് ടെസ്റ്റും കായികക്ഷമതാ പരീക്ഷയും കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, റിസൾട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ലിസ്റ്റ് വീണ്ടും ചുരുങ്ങാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിൽ ഓരോ ജില്ലയുടെ എന്ന് പറയുമ്പോഴത്തേക്കും പത്തനംതിട്ട, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഇങ്ങനെയുള്ള ജില്ലകളുടെ നിലവിലത്തെ മുഖ്യ പട്ടികയിലുള്ളവരും അല്ലെങ്കിൽ മെയിൻ ലിസ്റ്റിനകത്തുള്ളവരും അതുപോലെ തന്നെ കട്ട് ഓഫ് മാർക്കും ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് കൊടുക്കുന്നുണ്ട്. പത്തനംതിട്ടയിൽ നമ്മുടെ മെയിൻ ലിസ്റ്റിനകത്തുള്ളവരെന്ന് പറയുന്നത് 261 പേരാണ്. ബാക്കിയുള്ളതും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഏകദേശം 357 പേരാണ് മെയിൻ ലിസ്റ്റിനകത്തുള്ളത്. കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 64 ആയിരുന്നു. എറണാകുളത്താണെങ്കിൽ മെയിൻ ലിസ്റ്റിനകത്ത് 406 പേര്, കട്ട് ഓഫ് 59 ആയിരുന്നു. തൃശ്ശൂർ മെയിൻ ലിസ്റ്റിനകത്ത് 190 പേര്, കട്ട് ഓഫ് 64.67 ആയിരുന്നു. അതുപോലെ തന്നെ മലപ്പുറത്ത് കട്ട് ഓഫ് 63.33 ആണ്.
ആൾക്കാരുടെ എണ്ണം 182 ഉള്ളൂ. കണ്ണൂരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വയനാടിനാണെന്നുണ്ടെങ്കിൽ മെയിൻ ലിസ്റ്റിനകത്ത് ആകെയുള്ളത് 353 പേരാണ്. കട്ട് ഓഫ് 64.33. കണ്ണൂർ മെയിൻ ലിസ്റ്റിനകത്ത് 191 പേരാണ്. കട്ട് ഓഫ് 64.67. കാസർഗോഡ് മെയിൻ ലിസ്റ്റിനകത്ത് 134 പേര്. കട്ട് ഓഫ് 61.67 ആണ്. നിലവിൽ ഏറ്റവും കുറവ് കട്ട് ഓഫ് വന്നിട്ടുള്ളത് നമ്മുടെ എറണാകുളത്താണ്. എറണാകുളത്ത് 59.67 ആണ്. ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 406 പേര് ലിസ്റ്റിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്നിട്ടുള്ളത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 64.67 വരുന്ന കട്ട് ഓഫ് വരുന്നത് കണ്ണൂരും അതുപോലെ തന്നെ നമ്മുടെ തൃശ്ശൂരുമാണ് നിലവിലത്തെ കട്ട് ഓഫിന്റെ ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് എണ്ണത്തിലൊക്കെ ഒരുപാട് കുറവുണ്ട്. അതുകൊണ്ട് തന്നെ എൻട്രൻസ് ടെസ്റ്റും ഫിസിക്കലും ഒക്കെ നല്ല രീതിയിൽ ടൈറ്റ് ആയിരിക്കും. മാക്സിമം നല്ല രീതിയിൽ തന്നെ താല്പര്യമുള്ളവർ, ഈ ഫോറസ്റ്റിലോട്ടൊക്കെ താല്പര്യമുള്ളവർ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എൻട്രൻസും ഫിസിക്കലും ഒക്കെ ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ലിസ്റ്റിന്റെ കേസ് ഇപ്പോൾ ഇതിനകത്ത് പറയുന്ന പോലെ തന്നെ ഇതിനകത്ത് ബീറ്റ് ഫോറസ്റ്റിന്റെ കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെയൊക്കെ സാധ്യതാ ലിസ്റ്റ് വെട്ടി നിർത്തുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വനിതാ CPO WCPOയിലേക്ക് 224 പേർ കൂടി നിയമനം പോകുന്നുണ്ട്. ഫയർമാന്റെ അപേക്ഷയിൽ 20,245 പേരുടെയാണ് അസാധുവായിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു പരീക്ഷയിലേക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് പരീക്ഷ എഴുതാനായിട്ട് കഴിയില്ല. കൃത്യമായി കൺഫർമേഷൻ കൊടുക്കണം. അതുകൊണ്ടാണ് 1.5 ലക്ഷം പേർ അപ്ലൈ ചെയ്ത പരീക്ഷയിൽ 1,30,000 പേർക്ക് മാത്രം പരീക്ഷ എഴുതാൻ പറ്റുന്നത്. 20,000 പേരുടെ അപേക്ഷ അസാധുവായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഡയറി ഫാം ഇൻസ്ട്രക്ടറിന്റെ പരീക്ഷയ്ക്ക് 84,000 പേരാണ് പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത്. KSFE KSEB സാധ്യതാ ലിസ്റ്റിലേക്ക് 7,990 പേര് എഴുതാൻ പോകുന്നുണ്ട്. ദേവസ്വം വാച്ചറിന്റെ ലിസ്റ്റിനകത്ത് 537 പേര് ലിസ്റ്റിനകത്തുണ്ട്. ഡയറക്റ്റ് ലെക്ചറിന്റെ പരീക്ഷ 25-ാം തീയതി നടക്കുന്നുണ്ട്. നമ്മുടെ യൂണിവേഴ്സിറ്റി LGSന്റെ മെയിൻസ് പരീക്ഷ 2024 ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മുടെ ജൂനിയർ ക്ലർക്ക് അസിസ്റ്റന്റ് സെക്രട്ടറി പരീക്ഷ ജനുവരി 13 ഡയറി ഫാം ഇൻസ്ട്രക്ടറിന്റെ പരീക്ഷയിൽ ഏകദേശം 33,428 പേരുടെ അപേക്ഷ അസാധുവായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറുടെ കേസ്, സിവിൽ പോലീസ് ഓഫീസറിന്റെ ലിസ്റ്റിൽ ആൾ കൂടിയിട്ടുണ്ടെങ്കിൽ നിയമനം ഭയങ്കര കുറവാണ്. എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു ടേബിളിനകത്ത് കാണാനായിട്ട് കഴിയും. നിയമന ശുപാർശ എന്ന് പറഞ്ഞിട്ട് മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശയും നിലവിലത്തെ നിയമന ശുപാർശയും 466 പേരാണ് നിലവിൽ നമ്മുടെ തിരുവനന്തപുരം SIPയിൽ എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം അത് ഏകദേശം 1,108 പേരെ എടുത്തിട്ടുള്ളത്. ഇപ്രാവശ്യം 466 പേരെ മാത്രം, പകുതി പോലും എടുത്തിട്ടില്ല. അതുപോലെ തന്നെ മലപ്പുറം MSPയുടെ കേസ് നോക്കുകയാണെങ്കിൽ 681 പേര് നിലവിലെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അത് 830 ആയിരുന്നു. അതുപോലെ തന്നെ നിലവിൽ എറണാകുളത്തിന്റെ നോക്കുകയാണെങ്കിൽ 591, ഏകദേശം 500 പേരെ എടുത്തെടുത്ത് കഴിഞ്ഞ പ്രാവശ്യം 602 പേരെ എടുത്തിട്ടുണ്ടായിരുന്നു. എറണാകുളം അതുപോലെ KP2ന്റെ കേസ് നോക്കുകയാണെങ്കിൽ തൃശ്ശൂർ നോക്കുകയാണെങ്കിൽ 580 പേരാണ് നിലവിലെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം അത് 981, ഏകദേശം 1000 പേരെ എടുത്തെടുത്ത് ഇപ്പോൾ അതിന്റെ പകുതി പോലും നിലവിൽ അതിനകത്ത് വന്നിട്ടില്ല. അതുപോലെ തന്നെ KP3യുടെ കേസ് 616 പേര് നിലവിലെടുത്തു. കഴിഞ്ഞ പ്രാവശ്യം അത് എടുത്തിട്ടുണ്ടായിരുന്നത് 763 പേരെയാണ്. കാസർഗോഡ് ജില്ല KP4 നിലവിൽ ഇതെടുത്തിട്ടുള്ളത് 525 പേരെയാണ്. കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നത് 784 പേരെയാണ്. അതുപോലെ തന്നെ ഇടുക്കിയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 347 പേരെ നിലവിലെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 600 പേരെ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം ആകെ മൊത്തത്തിലെ നിയമന ശുപാർശ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടുള്ളത്, നിലവിലിപ്പോൾ പോയിട്ടുള്ളത് 3,613 പേർക്കാണ്. റാങ്ക് ലിസ്റ്റിൽ ഏകദേശം 13,000 പേരുള്ളടത്ത് അതിൽ 3,000 പേർക്ക് മാത്രമേ ഇതിനകത്ത് ജോലി കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശ നോക്കുകയാണെങ്കിൽ 5,600 പേർക്ക് കഴിഞ്ഞ പ്രാവശ്യം നിയമന ശുപാർശ പോയിട്ടുണ്ട്. അപ്പോൾ ഈ പറയും പോലെ കഴിഞ്ഞ തവണയും അതിന്റെ മുന്നത്തെ തവണയൊക്കെ 30,000-ന് മുകളിൽ നിയമന ശുപാർശ പോയിട്ടുണ്ടായിരുന്ന കേരള PSCക്ക് ഈ വർഷം അത് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് 15,000 പേർക്ക് മാത്രമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അത് ഇന്ന് തന്നെ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ചെയ്യാതിരുന്നാൽ ശരിയാകത്തില്ല. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ നമ്മുടെ CPOയുടെ കേസിലേക്ക് വന്നതാണ്. CPOയുടെ റാങ്ക് ലിസ്റ്റിലുള്ളവർ കൂടി ശ്രമിച്ചാലേ നിങ്ങൾക്ക് ജോലി കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് ജോലി കിട്ടേണ്ടത് നിങ്ങളുടെ മാത്രം ആവശ്യമാണെന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയേക്കുക. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ 7 ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്, 6 ഉത്തരങ്ങൾ തിരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി LGSന്റെ 1ാം ഘട്ടത്തിലെ ഒരു ചോദ്യം ഒഴിവാക്കി, 2ാം ഘട്ടത്തിലെ ഒരു ചോദ്യം ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരു ചോദ്യം തിരുത്തിയിട്ടുമുണ്ട്. ബിവറേജസ് അസിസ്റ്റന്റിന്റെ സാധ്യത ലിസ്റ്റിൽ 285 പേര് വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ കട്ട് ഓഫ് 60.67 ആയിരുന്നു. UPSCയിലേക്ക് 97 പേർക്ക് നിയമന ശുപാർശകളും പോകുന്നുണ്ട്. ഓവർസിയർ ഡ്രാഫ്റ്റ്മാനിലേക്ക് 7 ചോദ്യം ഒഴിവാക്കി. ഡയറക്റ്റ് ലെക്ചറിന്റെ 12 തസ്തികയിലേക്ക് ഷോർട്ട് ലിസ്റ്റുകൾ വരാനായിട്ട് പോകുന്നുണ്ട്. PSC ഈ ആഴ്ച നടത്തിയിട്ടുണ്ടായിരുന്ന പരീക്ഷകൾ, ഇന്റർവ്യൂകളെല്ലാം ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. PSCയുടെ അഡ്വൈസ് അപ്ഡേറ്റുകൾ എന്ന് പറഞ്ഞിട്ട് LGS പാലക്കാട്, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് LPST കണ്ണൂർ, പോലീസ് ഡ്രൈവറിന്റെ കേസ് ഇതിനകത്ത് പറയുന്നുണ്ട്.
അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ വിജയദശമി ഓഫർ എല്ലാവരും മാക്സിമം ഒന്ന് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വലിയ ഓഫറൊന്നുമല്ല, എന്നാലും നിങ്ങൾക്ക് ചെറിയൊരു ഓഫർ, നമ്മൾ ചെറിയൊരു ഫീസാണ് നിങ്ങൾക്ക് ആകെ ഈടാക്കുന്നത്, ചെറിയൊരു ഫീസ് തന്നെയാണ്. 200 രൂപ മാത്രമേ ഇതിനകത്തുള്ള മെറ്റീരിയൽ പ്രിന്റിംഗ് കോസ്റ്റ് ആയിട്ട് കൊടുക്കുന്നുള്ളൂ. അതിന് ഈ പറയുന്ന പോലെ ഒരു ചെറിയൊരു ഓഫർ അല്ലേ. അപ്പോൾ ഈ പറയുന്ന ഈ ഒരു ഓഫർ 24-ാം തീയതി വരെ മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ, ഫയർമാൻ്റെയും എക്സൈസിലേക്കും കൂടെ ഒരുമിച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ പറയുന്ന പോലെ 180 രൂപ പേ ചെയ്ത ശേഷം താഴെ കൊടുക്കുന്ന നമ്പറിലേക്ക് 99616927 എന്ന് പറയുന്ന നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്ത ശേഷം സ്ക്രീൻഷോട്ട് അയക്കുക. ഈ നമ്പറിലേക്ക് വിളിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ പേയ്മെന്റ് ചെയ്ത ശേഷം സ്ക്രീൻഷോട്ട് അയച്ചാൽ മാത്രം മതി, വിളിക്കരുതെന്നേ ഞാൻ പറയുന്നുള്ളൂ. കാര്യം ക്ലാസ്സുകളും ബാക്കിയുള്ള ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ എല്ലാം ഇതിനകത്ത് ഈ ഒരു നമ്പറിൽ കൂടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ കോളുകളും എടുക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്ത ശേഷം സ്ക്രീൻഷോട്ട് വാട്സപ്പിൽ അയക്കുക. തീർച്ചയായിട്ടും നിങ്ങളെ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും മാക്സിമം ഈ ഓഫർ എല്ലാവരും യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ മറ്റൊരു വീഡിയോയിൽ ഇന്ന് തന്നെ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.